അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മംഗലാപുരത്തിൻ്റെ അടുത്തുള്ള കാട്ടിപ്പള്ള എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൽ ഒരു മുഖാമുഖം നടന്നിരുന്നു. ആ മുഖാമുഖത്തിൻ്റെ നേതൃത്വം വിനീതനായ ഞാനാണ് വഹിച്ചിരുന്നത്. അങ്ങനെ അവിടെ രണ്ട് വഹാബി പ്രസ്ഥാനത്തിൽപ്പെട്ട രണ്ട് ചെറുപ്പക്കാർ ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നു. അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും വളരെ മാന്യമായ നിലയ്ക്ക് മറുപടി പറഞ്ഞു. അവസാനം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അവരിൽപ്പെട്ട ഒരാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരാൾ ഈത്തപ്പഴത്തിൻ്റെ ഒരു കുരു കൊണ്ടുവന്ന് അതിൻ്റെ ഒരു വിത്ത് കൊണ്ടുവന്ന് സ്റ്റേജിൻ്റെ മുകളിൽ വെക്കുകയും, മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു എനിക്ക് കറാമത്തുണ്ടെങ്കിൽ ഈ വിത്ത് മേലോട്ട് പൊന്തട്ടെ എന്ന് ഒരു വെല്ലുവിളിൻ്റെ സ്വരത്തിൽ സംസാരിച്ചു. ഈ ചോദ്യം യഥാർത്ഥത്തിൽ വളരെ നിരർത്ഥകമായ മണ്ടത്തരത്തിൻ്റെ ഒരു ചോദ്യമാണ്, ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ചോദ്യം വളരെ നിരർത്ഥകമാണ്, ബാലിശമാണ്, മണ്ടത്തരത്തിൻ്റെ ഒരു ചോദ്യമാണ് എന്ന നിലക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി തിരിച്ചങ്ങ് ചോദിച്ചു, അള്ളാഹുവിന് ഖുദ്റത്തുണ്ടെങ്കിൽ ഈ വിത്തൊന്ന് പൊന്തട്ടെ എന്ന് പറഞ്ഞാൽ, നീ ചോദിച്ച ഈ ചോദ്യം നിരർത്ഥകവും മണ്ടത്തരവുമാണ് എന്നതിന് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞൊരു ചോദ്യമാണ്, ഒരു കാര്യമാണ്. അതായത് ആ ചോദ്യം എത്ര നിരർത്ഥകവും മണ്ടത്തരവുമാണോ അതേപോലെ തന്നെ ഇതും ഒരു മണ്ടത്തരത്തിൻ്റെ ചോദ്യമാണ്. അള്ളാഹുവിന് ഖുദ്റത്തുണ്ടെങ്കിൽ ഇത് പൊന്തട്ടെ എന്ന് പറയുന്നത് അതൊരു മണ്ടത്തരത്തിൻ്റെ ചോദ്യമാണ്, നിരർത്ഥകമാണ്, ബാലിശമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ചോദ്യത്തിന് നളീറായ നിലയ്ക്ക് ഈ ചോദ്യം, ഞാൻ ഇപ്പോൾ പറഞ്ഞ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് ഉണ്ടെങ്കിൽ ഈ വിത്ത് മേലോട്ട് പൊന്തട്ടെ എന്ന് പറയുന്ന ഇക്കാര്യം അത് നിരർത്ഥകവും ബാലിശവും മണ്ടത്തരവുമാണ്. അതുപോലെ തന്നെ നിൻ്റെ ഈ ചോദ്യവും ഇതുപോലെ തന്നെ ഒരു മണ്ടത്തരത്തിൻ്റെ ബാലിശമായ ചോദ്യമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ വഹാബികൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയില്ലാത്ത ഒരു വിഭാഗമാണ്. അവരെന്ത് ചെയ്തു, ഞാൻ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ നിഷേധിച്ചു, അള്ളാഹുവിനെ തന്നെ ഞാൻ വെല്ലുവിളിച്ചു എന്ന വിധത്തിൽ അതിനെ ചിത്രീകരിക്കാൻ ആരംഭിച്ചു. കേരളത്തിലെ ഒരു അറിയപ്പെട്ട വിവരദോഷിയായ, എല്ലാ വഹാബികളും ഏറ്റവും വലിയ ഒരു പരമവിഡ്ഢിയായി കാണുന്ന റഫീഖ് സലഫി എന്ന് പറയുന്ന അവരുടെ ഒരു മൗലവി, അദ്ദേഹത്തിന് തീരെ ബുദ്ധിയുമില്ല, വിവേകവുമില്ല, അറിവ് ഏതായാലും ഇല്ല. ആ നിലക്കുള്ള ഒരു മൗലവി എനിക്കെതിരെ യൂട്യൂബിൽ വന്ന് ആഞ്ഞടിക്കുകയാണ്. സംസ്കാരമില്ലാത്ത വിധത്തിലുള്ള ചില സംസാരങ്ങളും അതുപോലെ തന്നെ വിവരക്കേടുകൾ ഹോൾസെയിലായി അദ്ദേഹം അതിൽ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ക്ലിപ്പിൻ്റെ ആ വീഡിയോയുടെ ഏതാനും ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കുകയാണ്. ആദ്യമായി അദ്ദേഹം പറയുന്നൊരു വാക്ക് നിങ്ങൾ കേട്ടോളൂ, അത് നിങ്ങൾക്ക് ആദ്യമായി കേൾപ്പിക്കുകയാണ്. യുക്തിവാദികളെപ്പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വെല്ലുവിളിക്കുകയും അവൻ്റെ കഴിവിനെ ചോദ്യം ചെയ്യുകയുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചില മുസ്ലിയാക്കന്മാർ. മംഗലാപുരത്ത് AP വിഭാഗം സമസ്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മുഖാമുഖം സംഘടിപ്പിച്ചു. ആ മുഖാമുഖത്തിൽ തോക്കെ സഖാഫി എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ അള്ളാഹുവിനെ തന്നെ വെല്ലുവിളിക്കുകയും അവൻ്റെ കഴിവിനെ ചോദ്യം ചെയ്യുകയുമൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ക്ലിപ്പ് എൻ്റെ പല സുഹൃത്തുക്കളും എനിക്ക് അയച്ചു തന്നു. ഞാനതൊന്ന് കേട്ടപ്പോൾ വിഷമം തോന്നി. അള്ളാഹുവിൽ ശരിയായ നിലയ്ക്ക് വിശ്വസിക്കാതെ പടച്ച റബ്ബിൽ വിശ്വാസം നഷ്ടപ്പെട്ട് കുഫ്രിയത്തിൻ്റെ പടുകുഴിയിലേക്ക് ചെന്ന് വീഴുന്ന ചില മനുഷ്യന്മാരുടെ ദുരന്തപൂർണമായ അവസ്ഥയെക്കുറിച്ച് ഓർത്തപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ഇവരുടെ ചില ഔലിയാക്കൾ, ആ ഔലിയാക്കളുടെ കഴിവുകേടുകളെക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ജാള്യത മറച്ചു വെക്കുന്നതിനു വേണ്ടി ഈ മുസ്ലിയാക്കന്മാരിപ്പോൾ ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തന്നെ വെല്ലുവിളിക്കുകയും അവൻ്റെ കഴിവിനെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. എന്നിട്ട് തനിച്ച കുഫ്രിയത്തിൻ്റെ പടുകുഴിയിലേക്ക് ചെന്ന് വീഴുകയാണ്. അതുകൊണ്ട് തന്നെ മംഗലാപുരത്ത് ഈ മുസ്ലിയാർ അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് എൻ്റെ ഈ സംസാരത്തിലുള്ളത്. എന്നിട്ട് അദ്ദേഹം
ഞാനവിടെ ആ മുഖാമുഖത്തിൽ പറഞ്ഞ ആ ഒരു വാക്കുകൾ അദ്ദേഹം കേൾപ്പിക്കുന്നു എന്ന് കേട്ടുള്ളൂ. പിന്നീട് ഇൻഷാ അല്ലാ ഞാൻ അവിടെ തന്നെ നൽകിയ ആ വിശദീകരണം അദ്ദേഹം കട്ടതും ഒഴിവാക്കിയതും മനഃപൂർവ്വം ഒഴിവാക്കിയതും നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ച് തരാം. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടോളൂ. സഹോദരങ്ങളെ, ആദ്യം അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന ആ മുസ്ലിയാരുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ കഴിവിനെ തന്നെ ചോദ്യം ചെയ്യാൻ ആ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ആദ്യം ഒന്ന് കാണുക. ശേഷം നമുക്ക് വിശദീകരിക്കാം. അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ അത് പൊന്തട്ട്, അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ പൊന്തട്ട്, ആ അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ അത് പൊന്തട്ട്. നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോ വലിയ കറാമത്തോട് പൊന്തട്ട്. ഇത് ആ മാതിരി ഒന്നും ഇവിടെ നടക്കൂല എന്ന് മനസ്സിലായില്ലേ? അത് അള്ളാന്റെ കുതിർത്തുണ്ടല്ലോ, ആ പൊന്തട്ട്. അള്ളാന്റെ കുതിർത്തുണ്ടെങ്കിൽ അത് പൊന്തട്ടെ. കേട്ടില്ലേ സഹോദരങ്ങളെ, എത്രമാത്രം ഗൗരവമാണ് വിഷയം. സൃഷ്ടികളുടെ കഴിവുകേടിനെയും സ്രഷ്ടാവിൻ്റെ കഴിവിനെയും താരതമ്യം ചെയ്യുന്നത് തന്നെ കുഫിരിയത്താണ്. തൗഹീദിൻ്റെ ബാലപാഠം പോലും പ്രാഥമിക പാഠം പോലും പഠിക്കാതെയാണ് ഈ നിലക്കുള്ള കുഫിരിയത്ത് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കുന്നത്. കേട്ടല്ലോ നിങ്ങൾ, അള്ളാഹുവിൻ്റെ കഴിവിനെയും പടപ്പുകളെ കഴിവിനെയും ഞാൻ താരതമ്യം ചെയ്തു എന്നാണ് ഈ വിവരദോഷി പറയുന്നത്. യഥാർത്ഥത്തിൽ താരതമ്യം ചെയ്തത് അള്ളാഹുവിൻ്റെ കുദ്റത്തിനെയും പടപ്പുകളുടെ കുദ്റത്തിനെയുമല്ല. ആ മനുഷ്യൻ ചോദിച്ച, ആ സലഫി പ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിനെയും ഞാൻ പറഞ്ഞ ചോദ്യവും തമ്മിൽ താരതമ്യം ചെയ്തതാണ്. അഥവാ ഞാൻ പറഞ്ഞ ആ ചോദ്യം ഒരു മണ്ടത്തരത്തിൻ്റെ വിവരക്കേടിൻ്റെ ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ, യുക്തിവാദികളോ ആരോ അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതെത്ര മണ്ടത്തരമാണോ വിവരക്കേടിൻ്റെ ചോദ്യമാണോ അതേപോലെ തന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യവും വിവരക്കേടാണ് എന്ന് ഈ രണ്ട് ചോദ്യങ്ങളെ വിവരക്കേടിൻ്റെ വിഷയത്തിലും മണ്ടത്തരത്തിൻ്റെ വിഷയത്തിലും താരതമ്യം ചെയ്തതാ. അല്ലാതെ അള്ളാഹുവിൻ്റെ കുദ്റത്തും പടപ്പുകളുടെ കുദ്റത്തും തമ്മിൽ താരതമ്യം ചെയ്തതല്ല. ഈ ചോദ്യങ്ങൾ തമ്മിലുള്ള താരതമ്യമാണ്. അഥവാ അള്ളാഹുവിന് കുദ്റത്തുണ്ടെങ്കിൽ ഈ കുരു പൊന്തട്ടെ, അല്ലെങ്കിൽ മഴ വർഷിക്കട്ടെ, അല്ലെങ്കിൽ മറ്റേത് നടക്കട്ടെ എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അത് വിവരക്കേടിൻ്റെ ചോദ്യമാണ്, വിവരമില്ലായ്മയുടെ ചോദ്യമാണ്, മണ്ടത്തരത്തിൻ്റെ ചോദ്യമാണ്. അതേപോലെ തന്നെ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന് കറാമത്തുണ്ടെങ്കിൽ ഈ കുരു ഇവിടുന്ന് പൊന്തട്ടെ എന്ന് പറയുന്നതും മണ്ടത്തരമാണ്. ഈ രണ്ട് ചോദ്യങ്ങളും മണ്ടത്തരത്തിൻ്റെ വിഷയത്തിൽ ഒരുപോലെയാണ്. അതും ഇതും രണ്ടും മണ്ടത്തരത്തിൻ്റെ ചോദ്യമാണ് എന്ന നിലക്ക് ഈ രണ്ട് ചോദ്യങ്ങളെ പരസ്പര താരതമ്യം ചെയ്തതാണ്. അതല്ലാതെ അള്ളാഹുവിൻ്റെ കുദ്റത്തിനെയും പടപ്പുകളുടെ കുദ്റത്തിനെയും താരതമ്യം ചെയ്യുകയല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തി ഈ വഹാബികൾക്കില്ല എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് എന്താണ് നാം വിലയിരുത്തേണ്ടത് ഒന്ന് നിങ്ങളൊന്ന് ആലോചിക്കൂ. ഇനി നോക്ക്, ഞാൻ ഈ പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. ആ ഭാഗം കട്ടുമുറിച്ചുകൊണ്ടാണ് ഈ വിവരദോഷിയായ, ഈ പടുജാഹിലായ ഈ മൗലവി ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ അവിടെ നൽകിയ വിശദീകരണം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അത് ഇദ്ദേഹം മനഃപൂർവ്വം കട്ടുവെച്ചതാണ്. അയാൾ ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞറിയോ? ആയിരിക്കേ ഒരു ഈത്തപ്പഴത്തിൻ്റെ ഭിത്തി ഇവിടെ കൊണ്ടുവന്നിട്ട് മൊഹീദ്ദീൻ ഷെയ്ഖിന് കറാമത്തുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് പോകട്ടെ എന്നാ പറഞ്ഞു, പൊന്തട്ടെ. അപ്പം ഞാൻ പറഞ്ഞു അള്ളാഹ്ക്ക് കുതിർത്തുണ്ടെങ്കിൽ ഇതൊന്ന് പൊന്തട്ടെ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ഔലിയാക്കൾക്ക് കറാമത്തില്ല എന്നല്ല, അള്ളാഹ്ക്ക് കുതിർത്തില്ല എന്നുമല്ല. അള്ളാഹ്ക്ക് കുതിർത്തുണ്ട്, പക്ഷേ കറാമത്തൊന്നും അങ്ങനെ വേണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞതുപോലെ പ്രകടമാകുന്നതൊന്നും അല്ല. നമ്മളതിൻ്റെ ആളുകളല്ല. കണ്ടല്ലോ, അള്ളാഹുവിന് കുദ്റത്തുണ്ട്, അള്ളാഹുവിന് കുദ്റത്തുണ്ട് എന്ന് അവിടെ തന്നെ അതിന് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് വിവരക്കേടാണ്, ബുദ്ധിശൂന്യതയാണ്, തനി മണ്ടത്തരമാണ്. അതേപോലെ തന്നെ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന് കറാമത്തുണ്ടെങ്കിൽ ഈ കുരു മേലോട്ട് പൊന്തട്ടെ എന്ന് പറയുന്നതും തനിച്ച മണ്ടത്തരമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം വിവരക്കേടിൻ്റെ ചോദ്യമാണ് എന്ന് അദ്ദേഹത്തിനും ജനങ്ങൾക്കും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു ഉദാഹരണത്തിൻ്റെ രൂപത്തിൽ ഞാൻ പറഞ്ഞതാ. അല്ലാതെ അള്ളാഹുവിൻ്റെ കുദ്റത്തിനെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ അള്ളാഹുവിനെ വെല്ലുവിളിക്കുകയോ ചെയ്തതല്ല. ഇൻഷാ അല്ലാഹ് ഞാൻ അതിനെ സംബന്ധിച്ച് പിന്നീട് വിശദീകരിക്കാം. എന്നിട്ട് അദ്ദേഹം കുറേ ക്ലിപ്പിങ്ങൾ കേൾപ്പിക്കുകയാണ്. അഥവാ നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ചില മദ്രസ പുസ്തകത്തിൽ അള്ളാഹുവിൻ്റെ കുദ്റത്തിനെ സംബന്ധിച്ച് പറഞ്ഞതും അതുപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങളൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് ക്ലിപ്പിങ്ങൾ കേൾപ്പിച്ച് ഇൻഷാ അല്ലാഹ് ഞാനും പിന്നീട് അതിനൊക്കെ മറുപടി പറയാം. അദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങൾ കേൾപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ മുസ്ലിയാരെ, നിങ്ങൾ വഅ്ള് പറയാറില്ലേ? നിങ്ങൾ വഅ്ള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു കാരുണ്യവാനാണ്,
അള്ളാഹു സർവശക്തനാണ് എന്നൊക്കെ നിങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ സദസ്സിൽ നിന്ന് ഒരു യുക്തിവാദി നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നല്ലോ അള്ളാഹു സർവശക്തനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണെന്ന്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അള്ളാഹു ഈ ആകാശത്തെ ഒന്ന് താഴ്ത്തട്ടെ, അതല്ലെങ്കിൽ മുസ്ലിയാരെ നിങ്ങൾ ചോദിച്ചതുപോലെ ഈ ഭൂമിയെ ഒന്ന് ഉയർത്തട്ടെ, അതല്ലെങ്കിൽ ഇപ്പോൾ മഴ പെയ്യിപ്പിക്കട്ടെ എന്നൊക്കെ യുക്തിവാദി ചോദിച്ചാൽ ആ സമയത്ത് അത് സംഭവിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിവുകെട്ടവനാണോ? അള്ളാഹുവിന് അതിന് സാധിക്കുകയില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? തനി ജഹാലത്തല്ലേ മുസ്ലിയാരെ നിങ്ങൾ പ്രസംഗിച്ചത്? യുക്തിവാദി നിങ്ങളോട് പറയണം, അപ്പോൾ നിങ്ങളുടെ അള്ളാഹുവിന് കഴിവില്ല, ശക്തിയില്ല എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ എത്രമാത്രം ജഹാലത്തായിരിക്കും? ആ നിലക്കുള്ള ജഹാലത്തല്ലേ മുസ്ലിയാരെ നിങ്ങൾ ഇപ്പൊ ചോദിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തത്? അതുപോലെ ഇനിയും കേട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് മുസ്ലിയാരെ. 4-ാം ക്ലാസ്സിലോ 5-ാം ക്ലാസ്സിലോ മദ്രസയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക്, ഒരു മദ്രസാ വിദ്യാർത്ഥിക്കുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിവരം പോലും നിങ്ങൾക്കില്ലാതെയാണ് നിങ്ങൾ ഈ മുഖാമുഖ നാടകം നടത്തി പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്നത്. ഞാനിത് ബോധപൂർവമാണ് പറയുന്നത്. കാശിന് വിവരമില്ലാത്ത ചോദ്യമല്ലേ മുസ്ലിയാരെ നിങ്ങൾ ചോദിച്ചത്? പടു ജഹാലത്തല്ലേ നിങ്ങൾ ചോദിച്ചത്? ഇങ്ങനെ ചോദിച്ചാൽ അള്ളാഹുവിന് ശക്തിയില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? ഇങ്ങനെയാണോ വിശ്വാസികൾ വിശ്വസിക്കേണ്ടത്? ഇങ്ങനെ അദ്ദേഹം ചില കാര്യങ്ങൾ പറയാണ്. അള്ളാഹുവിന് ഖുദ്റത്തുണ്ട് എന്ന് നമ്മുടെ മദ്രസാ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നിങ്ങനെ തുടങ്ങിയുള്ള ചില കാര്യങ്ങളൊക്കെ പറയുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ ആരാണ് ഇവിടെ നിഷേധിക്കുന്നത്? സുന്നികൾ നിഷേധിച്ചോ? അല്ലെങ്കിൽ നമ്മളാരും അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നുണ്ടോ? ഇല്ല. അള്ളാഹുവിന് ഖുദ്റത്തുണ്ട് എന്നത് സുന്നികളും വഹാബികളും രണ്ടു കൂട്ടരും ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് രണ്ടു കൂട്ടരും സമ്മതിക്കുന്നൊരു വിഷയമായതുകൊണ്ട് അള്ളാഹുവിന് ഖുദ്റത്തുണ്ടെങ്കിൽ ഈ കുരു പൊന്തട്ടെ എന്ന് പറയുമ്പോൾ ആ കുരു പൊന്തിയില്ലെങ്കിൽ അള്ളാഹുവിന് ഖുദ്റത്തില്ല എന്ന് നിങ്ങൾ പറയുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും നിരീശ്വരവാദി ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ ആ കുരു പൊന്തിയില്ലെങ്കിൽ അള്ളാഹുവിന് ഖുദ്റത്തില്ല എന്ന് നിങ്ങൾ അംഗീകരിക്കുമോ? അതുപോലെ തന്നെ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന് കറാമത്തുണ്ടെങ്കിൽ ഈ കുരു പൊന്തട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ കുരു പൊന്തിയില്ലെങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഖിന് കറാമത്തില്ല എന്ന് വരൂല. അപ്പോൾ ഒരു സംഗതി നടന്നില്ല എന്നതുകൊണ്ട് അത് അള്ളാഹുവിന് ഖുദ്റത്തില്ല എന്നതിനിക്കോ അല്ലെങ്കിൽ ഔലിയാക്കൾക്ക് കറാമത്തില്ല എന്നതിനിക്കോ തെളിവല്ല. അങ്ങനെ മനസ്സിലാക്കുന്നത് അത് പരമമായ വിഡ്ഢിത്തരമാണ്, മണ്ടത്തരമാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ ആരാണ് നിഷേധിച്ചത്? അള്ളാഹുവിൻ്റെ കഴിവിനെ ആരാണ് നിഷേധിച്ചത്? കറാമത്താണെങ്കിലും അതും നടക്കുന്നത് അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ടാണല്ലോ, അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടാണ്. ഇവിടെ ഏത് സാധാരണവും അസാധാരണവുമായ എന്ത് സംഗതി നടന്നാലും അതെല്ലാം അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ടാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരാൾക്കും ഒരു കഴിവുമില്ല. സാധാരണക്കാരനായ ഒരു മനുഷ്യനിക്ക് സാധാരണ കഴിവും ഇല്ല. ഒരു എഞ്ചിനീയറിന് അവൻ്റെതായ കഴിവും ഇല്ല അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടല്ലാതെ. ഒരു ഡോക്ടറിനും അള്ളാഹു കൊടുത്ത കഴിവില്ലാതെ ഒരു കഴിവുമില്ല. ഏതൊരു വസ്തുവിനും അള്ളാഹു നൽകാത്ത ഒരു കഴിവ് ഇല്ല. അതുകൊണ്ട് തന്നെ ഔലിയാക്കളിൽ പ്രകടമാകുന്ന കറാമത്തുകളും അതെല്ലാം അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ടും അവൻ്റെ കഴിവ് കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ കറാമത്തിനെ ചോദ്യം ചെയ്യുക എന്നാൽ അതിൻ്റെ അർത്ഥം അവനെ അശക്തനാക്കുകയും അള്ളാഹുവിന് ഖുദ്റത്തില്ല എന്ന് പറയുകയും ചെയ്യുന്നതിനോട് സമാനമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ പടച്ചവൻ്റെ ഖുദ്റത്തിനെ നിഷേധിച്ചതും അതിനെ എതിർത്തതും ചോദ്യം ചെയ്തതും ഈ വഹാബികളാണ്. കാരണം ഇതുപോലെയുള്ള ചെറുപ്പക്കാർ ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ കാരണമാരാ? ഇതുപോലെയുള്ള വഹാബി പുരോഹിതന്മാർ അവർക്ക് പഠിപ്പിച്ചിട്ട ചോദ്യങ്ങളെ കൊണ്ടാണ് അവർ ഇവിടെ വന്ന് ചോദിക്കുന്നത്. ഈ മൗലവിമാരാണ് അവർക്ക് ഇതൊക്കെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ യഥാർത്ഥത്തിൽ നിഷേധിക്കുന്നത് ഈ വഹാബി മൗലവിമാരാണ്. അവരുടെ മണ്ടത്തരങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ തിരിച്ചു ചോദിച്ചത്. അല്ലാതെ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനോട് വിശ്വാസമില്ലാത്തത് കൊണ്ടോ നിഷേധിച്ചത് കൊണ്ടോ റബ്ബിനോട് വെല്ലുവിളിച്ചത് കൊണ്ടോ അല്ല. ഇത് ഏത് സാധാരണക്കാർക്കും മനസ്സിലാകുന്നൊരു യാഥാർത്ഥ്യമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച് നമ്മളൊക്കെ പഠിച്ചതും മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതും മദ്രസകളിൽ കുട്ടികൾ പഠിപ്പിക്കുന്നതും ദർസിൽ മുതഅല്ലിമീങ്ങൾക്ക് പഠിപ്പിക്കുന്ന കാര്യവുമാണ്. കിഫായത്തുൽ അവാമിൽ തന്നെ നമ്മളൊക്കെ പഠിച്ചതല്ലേ. വഖായിമുൻ ഗാനി വവാഹീദുൻ വഹൈ
ഖാദിർ മുരീദുൻ ആലിമും ബികുല്ലി ഷൈ സമീഉനിൽ ബസീറു വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബ്അത്തുൻ തൻതളിമു ഫഖുദ്റത്തുൻ ഇറാദത്തുൻ സംഉൻ ബസർ ഹയാത്തുനിൽ ഇൽമു കലാമുൻ ഇസ്തമർ. അള്ളാഹുവിൻ്റെ 7 സിഫാത്തുൽ മആനിയിൽപ്പെട്ട ഒരു സിഫത്താണ് ഖുദ്റത്ത് എന്നത്. അത് നമ്മൾ വിശ്വസിക്കുന്ന കാര്യമാണ്. അള്ളാഹു ഖാദിറാണ്, അവന് ഖുദ്റത്തുണ്ട്. അള്ളാഹുവിന് ഇൽമ് എന്ന് പറയുന്ന സിഫത്തുണ്ട്, അതുകൊണ്ട് അവൻ ആലിമാണ്. അള്ളാഹുവിന് ഇറാദത്ത് എന്ന് പറയുന്ന സിഫത്തുണ്ട്, അതുകൊണ്ട് അള്ളാഹു മുരീദാണ്. ഇത് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നതും അതുപോലെ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇവിടെ ആരും അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ നിഷേധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് അറിഞ്ഞിട്ട് പോലും ആടിനെ പട്ടിയാക്കുന്ന, പട്ടിയെ ആടാക്കി മാറ്റുന്ന ഒരു തന്ത്രമാണ്. അഥവാ വഹാബികളുടെ തന്ത്രം അവിടെ പൊളിഞ്ഞ് പാലിസായപ്പോൾ ആ ചെറുപ്പക്കാരൻ നാണം കെട്ടുപോയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവർ നടത്തുന്ന ചില നാടകത്തിൻ്റെ ഭാഗമാണ് ഈ റഫീഖ് സലഫി ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ, ഇങ്ങനെയുള്ള ഈ വെല്ലുവിളികൾ പണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ബനു ഇസ്രായേലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മക്കയിലെ മുശ്രിക്കുകളും ഒക്കെ ചോദിച്ച ചില ചോദ്യങ്ങളെപ്പോലെ തന്നെയാണ് ഈ ചോദ്യവും. അവരിൽ നിന്ന് കടമെടുത്തുകൊണ്ടാണ് ഇന്ന് വഹാബികൾ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, യസ്അലുക അഹ്ലുൽ കിതാബി അൻ തുനസ്സില അലൈഹിം കിതാബം മിനസ് സമാ. ഓ പ്രവാചകരെ, അങ്ങയോട് ആകാശത്തിൽ നിന്ന് ഒരു ഗ്രന്ഥം ഇറക്കിത്തരലിനെ അവർ തങ്ങളോട് ചോദിക്കുന്നുണ്ട്. എങ്കിൽ തങ്ങൾ ആ വിഷയത്തിൽ ടെൻഷൻ അടിക്കണ്ട, അത്ഭുതപ്പെടേണ്ടതില്ല. ഫഖദ് സഅലു മൂസ അക്ബറ മിൻ ദാലിക്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇതിനേക്കാളും വലിയ വലിയ സംഗതി ചോദിച്ചവരുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ തങ്ങൾ ഈ വിഷയത്തിൽ ടെൻഷനാകേണ്ടതില്ല, അത്ഭുതപ്പെടേണ്ടതില്ല. ഫഖാലു അരിനല്ലാഹ ജഹ്റത്തൻ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അന്നത്തെ ജനത പറഞ്ഞു, നിന്നെ നബിയായി പ്രവാചകനായി അംഗീകരിക്കണമെങ്കിൽ അള്ളാഹുവിനെ നേർക്ക് നേരെ പരസ്യമായി ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാലേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട്. ഇതുപോലെ പ്രവാചകന്മാരോട് പല വെല്ലുവിളികളും നടത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ പറഞ്ഞത് കാണാം, വലൗ നസ്സൽനാ അലൈക കിതാബൻ ഫീ ഖിർതാസിൻ ഫലമസൂഹു ബിഐദീഹിം ലഖാല അല്ലദീന കഫറു ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ. ഓ പ്രവാചകരെ, അങ്ങേക്ക് പരിശുദ്ധമായ ഈ ഖുർആനിനെ ഒരു ഗ്രന്ഥരൂപത്തിൽ, ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിൽ ഇറക്കിത്തരുകയും എന്നിട്ട് ഇവർ കൈകൊണ്ട് അതിനെ തൊടുകയും ചെയ്താൽ പോലും അവർ അംഗീകരിക്കൂല നബിയെ. അവർ പറയും ഇത് സിഹ്റാണ് എന്ന് പറയും, ഇത് മാരണമാണ് എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് പ്രവാചകന്മാരോട് മുഅ്ജിസത്തുകളെ വെല്ലുവിളിച്ച ഒരു സമൂഹം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കുകളും മുനാഫിക്കുകളും അതുപോലെ ബനു ഇസ്രായേലുകളും ഒക്കെ അവരുടെ പ്രവാചകന്മാരോട് അവരുടെ മുഅ്ജിസത്തിനെ സംബന്ധിച്ച് പല നിലക്കുള്ള വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടുണ്ട്. ഒറ്റ സംഭവം ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രചരിപ്പിക്കുമ്പോൾ അന്ന് മക്കയിലെ മുശ്രിക്കുകൾ പരിശുദ്ധമായ കഅബ ഷരീഫിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി. ആ കൂട്ടത്തിൽ ഉത്ബത്ത് ബിൻ റബീയത്തുണ്ട്, ഷൈബത്ത് ബിൻ റബിയ ഉണ്ട്, അബൂ സുഫിയാൻ ഉണ്ട്, അന്ന് അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല, നളർ ബിൻ ഹാരിസ് ഉണ്ട്, അതുപോലെ തന്നെ അസ്വദ് ബിൻ മുത്തലിബ് ഉണ്ട്, സംഅത്ത് ബിൻ അസ്വദ് ഉണ്ട്, വലീദ് ബിൻ മുഗീറയുണ്ട്, അബൂ ജഹലുണ്ട്, അങ്ങനെ പല നേതാക്കളുണ്ട്. അവരൊക്കെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. മുഹമ്മദ് ഞങ്ങളെ ദൈവങ്ങളെ ആക്ഷേപിക്കുകയാണ്, കുറ്റം പറയുകയാണ്, അതുകൊണ്ട് ആ മുഹമ്മദിനെ വിളിച്ചു വരുത്തി ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഅബ ഷരീഫിൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ അവർ പറഞ്ഞു, മുഹമ്മദേ, നീ നമ്മുടെ ദൈവങ്ങളെ കുറ്റം പറയുന്നു, ആക്ഷേപിക്കുന്നു, അതുകൊണ്ട് എന്താണ് നിങ്ങളുടെ ഇതുകൊണ്ട് ഉദ്ദേശം? നിങ്ങൾക്ക് പണമാണോ വേണ്ടത്? എന്നെങ്കിൽ പണം തരാം. അധികാരമാണോ വേണ്ടത്? നിങ്ങൾക്ക് അധികാരം തരാം. അല്ല, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വേണമെങ്കിൽ, ഭൗതികമായത് വല്ലതും വേണമെങ്കിൽ അത് തരാം. അല്ല, അസുഖം ഉണ്ടെങ്കിൽ ചികിത്സിക്കാം. എന്താണോ നിങ്ങൾക്കുള്ളത് പറയുമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്കതൊന്നും വേണ്ട, എനിക്കൊരു അസുഖവും ഇല്ല, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ മക്കയിലെ മുശ്രിക്കുകൾ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഓ മുഹമ്മദേ, നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു നബിയാണെങ്കിൽ, മുഅ്ജിസത്തുള്ള ഒരാളാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. മുഹമ്മദ്, ഫൈൻ കുന്ത ഗൈറ ഖാബിലിൻ മിന്നാ ശൈഅൻ മിമ്മാ അറദ്നാഹു. ഞങ്ങൾ ഈ പറഞ്ഞ ചില അഭിപ്രായങ്ങളും ചില കാര്യങ്ങളും നിങ്ങളെ മുന്നിൽ വെച്ചു, നിങ്ങളത് അംഗീകരിച്ചില്ല എങ്കിൽ
ഫഇന്നക ഖദ് അലിംത അന്നഹു ലൈസ മിനൻ നാസി അഹദുൻ അളിയഖ ബലദൻ വലാ അഖല്ല മാഅൻ വലാ അശദ്ദ ഐഷൻ മിന്ന. മുഹമ്മദെ, നിങ്ങൾക്കറിയാമല്ലോ ഈ മക്ക എന്ന് പറയുന്ന നാട് പർവ്വതങ്ങളെ കൊണ്ട് നിറഞ്ഞൊരു നാടാണ്. ഈ നാട് വിശാലമില്ല, കുടുസായ ഒരു നാടാണ്. ഇവിടെ വെള്ളം വളരെ കുറവാണ്. ഇവിടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലാണ്, കഷ്ടത്തിലാണ്. അതുകൊണ്ട് ഫസ്അല്ലന റബ്ബക്കല്ലദീ ബഅസക ബിഹി, നിങ്ങളൊരു മുഅ്ജിസത്തുള്ള ആളല്ലേ, അള്ളാഹുവിൻ്റെ ആളാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്, എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഫൽ യുസയ്യിർ അന്ന ഹാദിഹിൽ ജിബാലല്ലത്തി ഖദ് ലയ്യഖത് അലൈനാ വൽ യബ്സുത് ലനാ ബിലാദന. ഈ മക്കയിലുള്ള എല്ലാ പർവ്വതങ്ങളെ നിന്റെ ദൈവം എന്താക്കണം, നിരപ്പാക്കണം. എന്നിട്ട് ഈ നാടിനെ വിശാലമാക്കി തരട്ടെ. ഇറാഖിലും ഷാമിലും പുഴകൾ ഒലിക്കുന്നത് പോലെ ഈ മക്കയിൽ പുഴ ഒലിക്കട്ടെ എന്ന് പറഞ്ഞു. ഏതുപോലെ നമ്മളെ കാട്ടിപ്പള്ളത്ത് സലഫി പറഞ്ഞതുപോലെ മുഹിയുദ്ദീൻ ഷെയ്ഖിന് കറാമത്തുണ്ടെങ്കിൽ ഈ ബിത്ത് പൊന്തട്ടെ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു, നിങ്ങൾക്ക് മുഅ്ജിസത്തുണ്ടെങ്കിൽ, നിങ്ങൾ അള്ളാഹിൻ്റെ ദൂതനാണെങ്കിൽ ഈ മക്കയിൽ ബഗ്ദാദിലും ഇറാഖിലും ഷാമിലും പുഴ ഒലിച്ചതുപോലെ ഇവിടെ ഒലിക്കട്ടെ. തീർന്നില്ല. വൽ യബ്അത് ലനാ മമ്മളാ മിൻ ആബാഇന വൽ യകുൻ ഫീമൻ യുബ്അതു ലനാ മിൻഹും ഖുസൈ ഇബ്നു കിലാബ്. ഇവിടെ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ കുറേ ആളുകളുണ്ടല്ലോ, അവരൊന്ന് ഹയാത്താക്കി കാണിക്കൂ. ആ കൂട്ടത്തിൽ ഖുസൈ ഇബ്നു കിലാബ് ഉണ്ടാകണം. അദ്ദേഹം നല്ല സത്യസന്ധനായ ഒരാളാണ്. അദ്ദേഹത്തിനോട് ഞങ്ങൾ ചോദിക്കും ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഈ മക്കയിലെ പർവ്വതങ്ങളെ നിരപ്പാക്കണം. ഈ മക്കയിൽ ബഗ്ദാദിലും ഷാമിലും ഇറാഖിലും പുഴവലിച്ചതുപോലെ പുഴവലിക്കണം. മരിച്ച ആളുകളെ ഹയാത്താക്കണം എന്ന നിലക്കുള്ള വെല്ലുവിളിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നടത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കുരു വന്തട്ടെ എന്ന് പറഞ്ഞതുപോലെ ഈ ഇവിടെ പുഴ ഒലിക്കട്ടെ, ഈ പർവ്വതങ്ങൾ നിരപ്പാവട്ടെ എന്ന നിലക്കാണ് മക്കയുടെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്. അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഞാൻ അതൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് അതിൻ്റെ ആവശ്യവുമില്ല, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടുപിരിഞ്ഞു. അവരും അവിടുന്ന് വിട്ടുപിരിഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാക്കിൽ അബ്ദുല്ലാഹിബ്നു അബി ഉമയ്യത്ത് ബിൻ മുഗീറ എന്ന് പറയുന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാക്കിൽ നിന്ന് വന്നു. വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, അവർ നിങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞു, നിങ്ങളതൊന്നും സ്വീകരിച്ചില്ല, നിങ്ങളതൊന്നും അംഗീകരിച്ചില്ല. എങ്കിൽ എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുണ്ട്. നിങ്ങൾ ആകാശത്തിലേക്ക് ഫവല്ലാഹി ലാ ഊമിനു ബിക അബദൻ ഹത്താ തത്തഖിദ ഇലസ്സമാഇ സുല്ലമൻ തുമ്മ തർഖാ ഫീഹി വാന അൻദുറു ഇലൈക്. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് വലിയൊരു ഏണി വെക്കണം, ഒരു കോണി വെക്കണം. എന്നിട്ട് ആ കോണിയിൽ നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കയറണം, ആകാശത്തിലേക്ക് എത്തണം. എന്നിട്ടോ അവിടുന്ന് മുകളിൽ നിന്ന് 4 മലായിക്കത്തുകളെ കൂട്ടിക്കൊണ്ട് ഭൂമിയിലേക്ക് വരണം, ആകാശത്തിൽ പോയി. എന്നിട്ട് നിങ്ങൾ പ്രവാചകനാണ് എന്ന് ആ 4 മലായിക്കൾ സാക്ഷി നിൽക്കണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഏതുപോലെ ഇവിടെ വഹാബി വെല്ലുവിളിച്ചതുപോലെ കുരു പൊന്തട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആകാശത്തിലേക്ക് ഏണി വെക്കണം, നിങ്ങൾ കയറണം, എന്നിട്ട് 4 മലായിക്കകൾ വരട്ടെ എന്ന നിലക്കുള്ള വെല്ലുവിളികളാണ് മുശ്രിക്കുകൾ നടത്തിയത്. ഇതുപോലെ തന്നെയുള്ള വെല്ലുവിളികളാണ് കറാമത്ത് നിഷേധികളായ വഹാബികളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ കറാമത്തിനെ പാടെ നിഷേധിക്കുകയാണ്. ഇവരൊക്കെ പ്രസംഗത്തിലൊക്കെ പറയും, ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കറാമത്തിനെ അംഗീകരിക്കുന്നവരാണ്, നിഷേധിക്കുന്നവരല്ല. പക്ഷെ ഏതെങ്കിലും ഒരു വലിയൻ്റെ കറാമത്ത് ഇവർ അംഗീകരിക്കുന്നുണ്ടോ? ഒരൊറ്റൊരു വലിയൻ്റെ കറാമത്തും ഇവർ അംഗീകരിക്കുന്നില്ല. അത് പറയുമ്പോൾ ഡിങ്കൻ്റെ കഥയാണ്, മായാവി കഥകളാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഒരൊറ്റൊരു കറാമത്ത് പോലും അംഗീകരിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ വഹാബികളെ, നിങ്ങളുടെ കുഞ്ഞീദ് മദനി എന്ന് പറയുന്ന മൗലവി, അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്ന ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ മരണപ്പെട്ടതിൻ്റെ ശേഷം ഔലിയാക്കൾക്ക് കറാമത്തുണ്ട് എന്ന് വളരെ വ്യക്തമായി ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. 37-ാമത്തെ പേജിൽ കറാമത്ത് എന്ന് പറയുന്നൊരു അധ്യായമാണ് ഇതിൽ കൊടുക്കുന്നത്. അതിൽ മരണശേഷം എന്ന് പറയുന്നൊരു അധ്യായം 38-ാമത്തെ പേജിൽ കൊടുക്കുന്നു. അതിൽ അദ്ദേഹം എഴുതുന്നു നോക്കൂ. കുഞ്ഞീദ് മദനി പറയാണ്, വഹാബികൾ എല്ലാ ആളുകളും അംഗീകരിക്കുന്ന ഒരു നേതാവാണ് കുഞ്ഞീദ് മദനി. അദ്ദേഹം പറയാണ്, സത്യവിശ്വാസികളുടെ നേരെയുള്ള അള്ളാഹുവിൻ്റെ ആദരവ് അവരുടെ മരണത്തോട് അവസാനിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഒരു സത്യവിശ്വാസിയുടെ ജീവിത കാലഘട്ടത്ത് അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് വല്ല അത്ഭുത സംഭവവും അള്ളാഹു വെളിപ്പെടുത്താനുള്ള ഈ സാധ്യത അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. വളരെ വ്യക്തമായി അദ്ദേഹം മരണത്തിൻ്റെ ശേഷവും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് കറാമത്തുണ്ടാകും എന്ന് വളരെ കൃത്യവും വ്യക്തവുമായ നിലയ്ക്ക് എഴുതിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇവരുടെ ഗൾഫിലെ ഏറ്റവും ഒരു പ്രഗത്ഭനായ ഒരു നേതാവാണ്, വഹാബികളെ പ്രഗത്ഭനായ ഒരാളാണ് ഉസൈമീൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ ഫത്താവയിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നു, വ കറാമാത്തുൽ ഔലിയാഇ മൗജൂദത്തുൻ ഫിൽ ഉമമി സാബിഖത്തി. ഔലിയാക്കളുടെ കറാമത്ത് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. വഫി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലുമുണ്ട്, ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമല്ല വലാ തസാലു ഫീഹാ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ഔലിയാക്കൾക്ക് കറാമത്തുണ്ടായിക്കൊണ്ടിരിക്കും, അത് നിഷേധിക്കാൻ പറ്റൂല. അപ്പോൾ ഖിയാമത്ത് നാൾ വരെ ഔലിയാക്കൾക്ക് കറാമത്തുണ്ട് എന്ന് വഹാബികളുടെ ആധികാരികമായൊരു പണ്ഡിതനായ ഉസൈമീൻ അദ്ദേഹത്തിൻ്റെ ഫത്താവയിൽ വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ വഹാബികളോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ നിലപാട്? ഔലിയാക്കൾക്ക് കറാമത്ത് ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്, ഉണ്ട് എന്നാണോ പറയുന്നത്? ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരം വെല്ലുവിളി നടത്തുന്നത്? എന്ത് ആവശ്യത്തിനാണ് ആ വെല്ലുവിളി നടത്തുന്നത്? അല്ല ഇല്ല എന്നാണോ? എങ്കിൽ നിങ്ങൾക്കും മുഅ്തസിലികൾക്കും തമ്മിൽ എന്താണ് വ്യത്യാസം? കാരണം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് കറാമത്തില്ല എന്ന് പറഞ്ഞത് മുഅ്തസിലികളാണ്. പഴച്ചുപോയ കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ടായിരുന്ന പഴച്ചുപോയൊരു വിഭാഗമാണ് മുഅ്തസിലികൾ. ആ മുഅ്തസിലികളുടെ വിശ്വാസമാണ് ഔലിയാക്കൾക്ക് കറാമത്തില്ല എന്നുള്ളത്. ആ മുഅ്തസിലത്തിൻ്റെ വാദമാണോ നിങ്ങൾക്കുള്ളത്? അല്ല കറാമത്തുണ്ട് എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഏത് വലിയൻ്റെ കറാമത്താണ് നിങ്ങൾ അംഗീകരിക്കുന്നത്? അതാണ് നിങ്ങൾക്ക് അറിയാനുള്ളത്. ഏത് വലിയൻ്റെ കറാമത്ത് നിങ്ങൾ അംഗീകരിക്കുന്നു? നിങ്ങളുടെ ഇബ്നു തൈമിയയുടെ അൽ ഫുർഖാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ബൈന ഔലിയാ ഇർ റഹ്മാനി വ ബൈന ഔലിയാ ഇ ഷൈത്താൻ എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ എത്ര കറാമത്തുകളാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്. മരണപ്പെട്ടുപോയ കുതിരയെ ഹയാത്താക്കിയ കറാമത്ത് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. മണൽത്തരികൾ ഗോതമ്പായി മാറിയ കറാമത്തുകൾ എഴുതി വെച്ചിട്ടുണ്ട്. നിരവധി കറാമത്തുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആ ഇബ്നു തൈമിയ എഴുതിയത് അത് മുഴുവനും മായാവി കഥകളാണ്, ഡിങ്കൻ്റെ കഥകളാണെന്ന് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇബ്നു തൈമിയ ഖൽബിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ അറിയാൻ ശക്തി ഉണ്ടായിരുന്നു എന്നും ലൗഹുൽ മഹ്ഫൂദ് നോക്കിയിട്ട് അദ്ദേഹം സംസാരിച്ചിരുന്നു എന്നും മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ഇബ്നു തൈമിയക്ക് ഉണ്ടായിരുന്നു എന്നും വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ, നിങ്ങളെ നേതാവ് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ മദാരിജുസ് സാലിഖീൻ എന്ന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടില്ലേ? അതൊന്നും ഡിങ്കൻ്റെ കഥകളാണോ? അത് മായാവി കഥകളാണോ? അപ്പോൾ നിങ്ങളെ നേതാക്കൾ വളരെ നിലയ്ക്ക് ഈ കറാമത്തിനെ സംബന്ധിച്ച് എഴുതി വയ്ക്കുകയും ചെയ്തിരിക്കുമ്പോൾ മഹാനായ ഗൗസുൽ ആലമിൻ്റെ കറാമത്തിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യം എന്തുണ്ട്? അതുകൊണ്ടാണ് ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്, കറാമത്തിനെ സംബന്ധിച്ച് നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ്, നിങ്ങളുടെ നിലപാടെന്താണ്? ഉണ്ടെന്നാണോ ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത് ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവസാനമായി ഞാൻ പറയട്ടെ, ഈ വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കപടമുഖവും അവരുടെ മണ്ടത്തരങ്ങളും ജനസമുദായത്തിന് വെളിവാകുന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ നിലക്കുള്ള ചില ഡ്രാമകൾ റഫീഖ് സലഫിനെ പോലെയുള്ള ആളുകൾ കളിക്കുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് മനസ്സിലാവാത്തത് കൊണ്ടല്ല, ഞാൻ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ നിഷേധിച്ചതല്ല, അള്ളാഹുവിനെ വെല്ലുവിളിച്ചതല്ല, ആ സഹോദരൻ്റെ ചോദ്യം മണ്ടത്തരത്തിൻ്റെ ചോദ്യമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതാണ് എന്ന് അദ്ദേഹത്തിനും അറിയാം. പക്ഷേ ജനങ്ങളെ നിർത്തണമല്ലോ, ഇവരുടെ കുഞ്ഞാടുകളെ പിടിച്ചു വെക്കണമല്ലോ, ആ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ. അതിന് വേണ്ടി വിഷയം ഇവർ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ നിഷേധിച്ചു, അള്ളാഹുവിനെ തന്നെ വെല്ലുവിളിച്ചു എന്ന വിധത്തിൽ വിഷയത്തെ കൺവേർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള അടവുകളൊന്നും ഇവിടെ നടപ്പിലാവില്ല. ഈ പരിപാടി വീക്ഷിച്ച എത്രയോ സാധാരണക്കാർ തന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. എത്രത്തോളം പറഞ്ഞാൽ എന്നോട് വ്യക്തിപരമായി എതിർപ്പുള്ള ആളുകൾ പോലും, മറ്റുള്ളവരുടെ ആശയത്തിനോട് യോജിപ്പുള്ള വ്യക്തിപരമായി എന്നോട് എതിർപ്പുള്ള ആളുകൾ പോലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ നിഷേധിച്ചതല്ല, ഈ ചോദ്യം നിരർത്ഥകമാണ്, ഈ സലഫി പ്രവർത്തകൻ ചോദിച്ച ചോദ്യം മണ്ടത്തരത്തിൻ്റെ ചോദ്യമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതാണ് എന്ന് ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും സാധാരണക്കാർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ കുഞ്ഞാടുകളെ പിടിച്ചു വെക്കണമല്ലോ, ഇവരെ നാണം കെട്ടുപോയ ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ, അതിനു വേണ്ടി വിഷയം കൺവേർട്ട് ചെയ്യുകയാണ്. എന്ന് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു, ഇതുപോലെയുള്ള മതത്തിൻ്റെ ഉള്ളിലുള്ള യുക്തിവാദികളാണ്. എന്നാൽ മതത്തിന് പുറത്തുള്ള യുക്തിവാദികളുണ്ടല്ലോ, ആ യുക്തിവാദികൾക്ക് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതും ഇട്ടുകൊടുത്തതും ഇതേ വഹാബികളാണ്. ഔലിയാക്കൾക്ക് കറാമത്തുണ്ടെങ്കിൽ ഇന്നത് നടക്കട്ടെ മറ്റത് നടക്കട്ടെ എന്നൊക്കെ പറയുന്നത്
യുക്തിവാദികൾക്ക് ഇത്തരം ചോദ്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് കേട്ട് അവർ അള്ളാഹുവിനെ വെല്ലുവിളിക്കും. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ കേട്ട് അവരും പറയും, അള്ളാഹുവിന് കുദ്റത്തുണ്ടെങ്കിൽ ഈ വിത്ത് ഒന്ന് പൊന്തട്ടെ, ഈ വെള്ളം ഒന്ന് ഇറങ്ങട്ടെ, മറ്റത് നടക്കട്ടെ എന്നൊക്കെ അവർ പറയും. ആരാ പഠിപ്പിച്ചു കൊടുത്തത്? ഈ മതത്തിൻ്റെ ഉള്ളിലുള്ള യുക്തിവാദികളാണ്. ഇവരാണ് യുക്തിവാദികൾക്ക് ഇത്തരം ചോദ്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതും അവരിൽ നിന്ന് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതും ഈ മതത്തിൻ്റെ ഉള്ളിലുള്ള വഹാബികൾ എന്ന് പറയുന്ന യുക്തിവാദികളാണ്. അതുകൊണ്ട് തന്നെ ഈ മതത്തിൻ്റെ ഉള്ളിലുള്ള യുക്തിവാദികൾ ഇസ്ലാമിന് വളരെ ഡേഞ്ചറാണ്. ഇവരുടെ പ്രസ്ഥാനം വളരെ ഡേഞ്ചറാണ്. ഇങ്ങനെ ഔലിയാക്കളെ പരിഹസിക്കുകയും തമാശയാക്കുകയും അതുപോലെ തന്നെ സാധാരണക്കാരുടെ ഹൃദയത്തിൽ നിന്ന് ഔലിയാക്കളോടുള്ള ബഹുമാനം എടുത്തു കളയാനും വേണ്ടി ഇവർ നടത്തുന്ന ചില വഞ്ചനകളും ചതികളുമാണ്. ഇവർക്ക് ആശയത്തിന് പിടിച്ചു നിർത്താൻ ഇവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ചില ബാലിശമായ ചോദ്യങ്ങൾ ചോദിച്ച് ജനങ്ങളെ മുന്നിൽ പൊട്ടീസാക്കാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ ഇന്ന് ആളുകൾ ബുദ്ധിയുള്ളവരാണ്, അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ബുദ്ധിശക്തി ഉണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് തീരെ ബുദ്ധിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ പരമവിഡ്ഢികളും മണ്ടന്മാരാണ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാരാണ് നിങ്ങൾ. അതുകൊണ്ടല്ലേ ചില ഫിഖിൻ്റെ കിതാബുകളൊക്കെ ചർച്ച ചെയ്യുന്നത്, ഒരാൾ ഏറ്റവും വലിയ വിഡ്ഢിക്ക് ഞാൻ ഇന്നത് കൊടുക്കാൻ വേണ്ടി നേർച്ചയാക്കിയെന്ന് പറഞ്ഞാൽ ആർക്ക് കൊടുക്കണം എന്നൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. എന്നാൽ നിങ്ങളെപ്പോലെയുള്ള മണ്ടന്മാർ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പരമവിഡ്ഢികളായ നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മനസ്സിലായിട്ടും നിങ്ങൾ അതിൽ നിന്ന് അതിനെ മൂടി വെച്ചുകൊണ്ട് വിഷയം കൺവേർട്ട് ചെയ്യുകയാണ്. പക്ഷേ ജനങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.